ചേരാനല്ലൂർ ആയുർവേദ ഡിസ്പെൻസറി ആശുപത്രിയായി ഉയർത്താത്തതിനാൽ നിലവിലുള്ള കെട്ടിടങ്ങൾ ഉപയോഗശൂന്യമാകുന്നെന്ന പരാതി. എൽദോസ് കുന്നപ്പള്ളിയുടെ MLA ഫണ്ടിലൂടെ 5 വർഷം മുമ്പ് 56.06 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലേക്ക് ഡിസ്പെൻസറി മാറ്റിയതോടെ പഴയ കെട്ടിടം ഉപയോഗമില്ലാതെ കിടക്കുകയാണ്. ആശുപത്രി അങ്കണത്തിൽ പ്രവർത്തിക്കാതെ കിടന്ന വനിതാ വികസന കേന്ദ്രം ആശുപത്രിക്കായി ഉപയോഗിക്കുവാൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രമേയം പാസാക്കി സർക്കാരിന് കൈമാറിയിരുന്നു. ആശുപത്രി കെട്ടിടം 1500 ചതുരശ്ര അടിയും വനിതാ വികസന കേന്ദ്രം 2000 ചതുരശ്ര അടിയും ഡിസ്പെൻസറിയുടെ പഴയ കെട്ടിടം 1000 അടിയുമടക്കം 4500 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിട സൗകര്യങ്ങളാണ് ചേരാനല്ലൂർ ആയുർവേദ ഡിസ്പെൻസറി വളപ്പിലുള്ളത്. ഇവിടെ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന ബഡ് സ്കൂൾ ജൂൺ മാസത്തോടെ കുറിച്ചിലക്കോട് ഭാഗത്തേക്ക് മാറും. ഇതോടെ സ്ഥല സൗകര്യം വീണ്ടും വർദ്ധിക്കും. കൂപ്പടി പഞ്ചായത്തിന് പുറമെ ഒക്കൽ പഞ്ചായത്തിലെ ഇടവൂർ കൂടാലപ്പാട് ഭാഗത്തു നിന്നുമായി രോഗികൾ ചികിത്സ തേടി ഇവിടെ എത്താറുണ്ട്. ഡിസ്പെൻസറിയുടെ 4 കിലോമീറ്റർ ചുറ്റളവിൽ മറ്റ് ചികിത്സാ സൗകര്യങ്ങളില്ല. ആശുപത്രിയാക്കി ഉയർത്തിയാൽ 3 ഡോക്ടർമാരുടെയും 7 സ്റ്റാഫിന്റെയും സേവനം ലഭിക്കും. ചേരാനല്ലൂർ, നടുതുരുത്ത്, ഓച്ചാംതുരുത്ത് മേഖലയ്ക്കും ആശുപത്രി ഉപകാരമാകും. ചേരാനല്ലൂര് കേന്ദ്രീകരിച്ച് 1950 സ്ഥാപിതമായ ചേരാനല്ലൂർ ആയുർവേദ ഡിസ്പെൻസറി കാലങ്ങളോളം ചേരാനല്ലൂർ അങ്ങാടിയിലും അമ്പലപ്പറമ്പിലും വാടകഘട്ടത്തിൽ മാറി മാറി ആശുപത്രി നടത്തുകയും 1997 സ്വന്തമായി സ്ഥലം വാങ്ങി ആ ഡിസ്പെൻസറി ഇവിടേക്ക് മാറ്റുകയും ചെയ്തു. 2020-21 പദ്ധതിയിൽപ്പെടുത്തി 56.06 ലക്ഷം രൂപ ചെലവ് ചെയ്ത് ആശുപത്രിയായി ഉയർത്തുവാനുള്ള കെട്ടിടം പണിതെങ്കിലും ഈ 4 വർഷമായിട്ടും അത് ആശുപത്രിയായിട്ട് ഉയർത്തുവാനുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. 100 കണക്കിന് ആളുകളാണ് കൂവപ്പടി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒക്കൽ പഞ്ചായത്തിൻ്റെ കൂടാലപ്പാട്, ഇടവൂർ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇവിടെ എത്തുന്നത്. ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഒക്കൽ പഞ്ചായത്തിൽ നിന്നും വന്നിരിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ വലിയ ഉപകാരപ്രദമായ ഇവിടെ വയോധികർക്കും നാട്ടുകാർക്കും സാധാരണക്കാർക്കും ഉപകാരപ്രദമായ ആശുപത്രി ഇതുവരെ ആശുപത്രിയാക്കി ഉയർത്തുവാനുള്ള നടപടി സ്വീകരിക്കാത്തതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. 4 വർഷമായിട്ടും ഒരു നടപടിക്രമങ്ങളും ഇവിടെ പൂർത്തീകരിച്ചിട്ടില്ല. കൂപ്പടി പഞ്ചായത്തിൽ പുതിയ പദ്ധതി രേഖയിൽ ആയുർവേദ ഡിസ്പെൻസറി ആശുപത്രിയാക്കി ഉയർത്തുന്നതിനെക്കുറിച്ച് പരാമർശമില്ല. എത്രയും പെട്ടെന്ന് ചേരാനല്ലൂർ ആയുർവേദ ഡിസ്പെൻസറി ആശുപത്രിയായി ഉയർത്താനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP കോടനാട് ഏരിയ കമ്മിറ്റിയും രംഗത്ത് എത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി BJP നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ദേവച്ചൻ പടയാട്ടിൽ, കോടനാട് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ജയശ്രീ പിള്ള, പഞ്ചായത്ത് അംഗങ്ങളായ ശശികല രമേശ്, ഗിരീഷ് മാധവൻ, കോടനാട് ഏരിയ ജനറൽ സെക്രട്ടറി CB സുകുമാരൻ, BJP മഹിളാ മോർച്ച നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഓമന രവീന്ദ്രൻ എന്നിവർ ഡിസ്പെൻസറി സന്ദർശിച്ചു.